കഴിഞ്ഞ ദിവസം രാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ട ഒരു ട്രോൾ ഉണ്ടായിരുന്നു. ഒരു വണ്ടിയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ, അത് ഒന്ന് ക്ലച്ചാണ്, ആക്സിലറേറ്ററാണ്, അതുപോലെ ബ്രേക്കാണ്. ഇതിൽ ക്ലച്ചും ആക്സിലറേറ്ററും വണ്ടിയുടെ മുന്നോട്ടുള്ള കുതിപ്പിനാണ് ഉപയോഗിക്കുക. ബ്രേക്ക് എന്നാൽ വണ്ടി അങ്ങ് നിർത്താനും. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിനെ മുന്നോട്ട് നയിച്ച ക്ലച്ച് ആയിരുന്നു രവിശാസ്ത്രി കോച്ചായ കാലഘട്ടം. വിജയരഥം മുന്നോട്ടുരുണ്ട് തുടങ്ങിയ കാലമായിരുന്നു അത്. രാഹുൽ ദ്രാവിഡ് ആക്സിലറേറ്റർ ആയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നോട്ട് കുതിച്ച കാലമായിരുന്നു. ഗൗതം ഗംഭീർ എന്ന ഇന്ത്യൻ കോച്ച് നിലവിലെ സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ബ്രേക്കാണ്. കുതിപ്പിന്റെ വണ്ടി അങ്ങ് നിന്നിരിക്കുകയാണ്. തോൽവികളുടെയും നാണക്കേടിന്റെയും പടുകുഴിയിൽപ്പെട്ട് വലഞ്ഞ് മെൽബണിലെ റോഡരികിൽ ബ്രേക്ക് ചവിട്ടി പാർക്ക് ചെയ്ത് നിൽക്കുന്ന ഗൗതം ഗംഭീറിന്റെ ഇന്ത്യൻ ടീം. കൊട്ടിഘോഷിക്കപ്പെട്ട ഗൗതം ഗംഭീർ യുഗം ഇങ്ങനെയാവുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നു? ഇങ്ങനെയൊരു കോച്ചിനെ നമുക്ക് ആവശ്യമുണ്ടോ? നമുക്കറിയാം, ഗംഭീർ അധികാരമേറ്റ ശേഷം നിരാശാജനകമായ പ്രകടനമാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും കാണാവുന്ന ഒരു സത്യം മാത്രമാണത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിനം മെൽബണിലും ഇന്ത്യ നാണം കെടുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗാവസ്കർ ട്രോഫി നഷ്ടമായേക്കുമെന്ന ഘട്ടത്തിൽ നിൽക്കെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ കോച്ച് സ്ഥാനവും ഏതാണ്ട് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മെൽബണിലെ 4ാം ടെസ്റ്റിൽ വലിയ പരാജയമേറ്റു വാങ്ങിയതോടെ പരമ്പരയിൽ ഇന്ത്യ 1-2 പിന്നിലാവുകയും ചെയ്തു. ഇനി സിഡ്നിയിലെ അവസാന അംഗം ജയിക്കുകയല്ലാതെ ഇന്ത്യക്ക് മുന്നിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇനി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആവട്ടെ ഏതാണ്ട് മറക്കാവുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്ക ജയിച്ചുകൊണ്ട് ഫൈനലിൽ ഇടം കിട്ടിയതോടെ 2ാം സ്ഥാനക്കാരായി മിക്കവാറും ഓസീസ് എത്താനാണ് സാധ്യത. അപ്പോൾ ഗംഭീറിന് കീഴിൽ പതിവില്ലാതെ ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ എന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ T20 ലോകകപ്പ് വിജയത്തിന് ശേഷം രാഹുൽ ദ്രാവിഡ് എന്ന കോച്ച് പടി ഇറങ്ങിയതോടെയാണ് പകരം ഗംഭീറിനെ ആ റോളിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നത്. പക്ഷേ നേട്ടങ്ങളെക്കാൾ തിരിച്ചടികളാണ് അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. ഗൗതം ഗംഭീർ മുഖ്യ കോച്ചായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യൻ ടീമിന് നേരിടേണ്ടി വന്നിട്ടുള്ള തിരിച്ചടികൾ ഏതൊക്കെ ആണ് എന്ന് നോക്കുമ്പോൾ അനവധിയുണ്ട്. 27 വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഒരു ഏകദിന പരമ്പര ഇന്ത്യക്ക് നഷ്ടമായി എന്നത് മുതൽ തുടങ്ങുന്നു നാണക്കേടിന്റെ അധ്യായം. 45 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഏകദിനത്തിൽ ഒരു ജയം പോലും നേടാനാവാതെയാണ് ഇന്ത്യൻ ടീം 2024 അവസാനിപ്പിക്കുന്നത്. 36 വർഷത്തിന് ശേഷം ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര തോറ്റുവെന്ന മറ്റൊരു നാണക്കേട്. 19 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ടീം ഇന്ത്യയുടെ പൊന്നാപുരം കോട്ടയായ ബംഗളൂരുവിലെ ചിന്നസ്വാമിയിൽ ഒരു ടെസ്റ്റ് ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നത് എന്നത് മറ്റൊരു നാണക്കേട്. ഇതിനൊപ്പം നാട്ടിൽ ഹോം ടെസ്റ്റിൽ ആദ്യമായി 50-ൽ താഴെ റൺസിന് ഓൾ ഔട്ടായി എന്ന മറ്റൊരു നാണക്കേട്, മറ്റൊരു ദുരന്തം. ചരിത്രത്തിൽ ആദ്യമായി ന്യൂസിലാൻഡിനോട് നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോറ്റത് മറ്റൊരു വലിയൊരു ക്ഷീണം. 12 വർഷത്തിന് ശേഷം നാട്ടിലൊരു ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നതും ഇതേ ഗംഭീറിന്റെ കീഴിലാണ്. 12 വർഷങ്ങൾക്ക് ശേഷം മുംബൈയിൽ വാങ്കഡയിൽ ടെസ്റ്റിലും ഇന്ത്യൻ ടീം തോൽവി ഏറ്റുവാങ്ങിയതും നമ്മൾ ഈ വർഷം കാണുകയുണ്ടായി. അവരുടെ സ്റ്റാർ ബാറ്ററായ കെയ്ൻ വില്യംസൺ ഇല്ലാതെ ഇറങ്ങിയ കിവീസ് നിരയാണ് ഇന്ത്യയെ ആ സമയത്ത് അങ്ങ് തകർത്ത് വിട്ടത്. ഇപ്പോഴിതാ 13 വർഷങ്ങൾക്ക് ശേഷം മെൽബണിൽ ഒരു ടെസ്റ്റും ഇന്ത്യൻ ടീം ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ കോച്ചായി ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പാണ് ഗംഭീറിന് കീഴിൽ ഇത്രയും ദുരന്തങ്ങൾ ടീമിന് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ കിവീസിനെതിരായ ദുരന്തം ഗംഭീറിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് പരമ്പരയും കൈവിട്ടേക്കുമെന്ന രീതിയിലാണ് ഇന്ത്യൻ ടീം ഉള്ളത്. അപ്പോൾ സത്യത്തിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്കറിയാം, ആ സമയത്ത് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലായിരുന്നു കോച്ച് ഗൗതം ഗംഭീർ. അവിടെ നിന്ന് തൊട്ടാണ് ഗംഭീറിന് തൊട്ടതെല്ലാം പിഴച്ചു തുടങ്ങിയത്. ആ പരമ്പര തൊട്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ മുന്നിലുള്ള ഇന്ത്യ ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് കിവികൾക്കെതിരെ ടെസ്റ്റിന്റെ 2ാം ദിനം, ആദ്യ ടെസ്റ്റിന്റെ 2ാം ദിനം ബാറ്റിംഗ് തുടങ്ങി 46 റൺസിൽ ഇന്നിംഗ്സ് ഓൾ ഔട്ട് ആവുന്നത്. അതിനുശേഷം തൊട്ട് മുന്നത്തെ ദിവസമുള്ള ഗംഭീറിന്റെ പ്രസ്താവനയും അന്ന് ചർച്ചയാവുന്നു, ട്രോളാവുന്നു. ആ പത്രസമ്മേളനങ്ങളിൽ ഒന്നിൽ കോച്ചായ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന് ടെസ്റ്റിൽ ഒരു ദിവസം തന്നെ 400 റൺസ് അടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രസ്താവന ഇറക്കിയിരുന്നു. ആ പ്രസ്താവന ഇറക്കിയതിന് 2ാം ദിവസം തന്നെ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കുഞ്ഞൻ സ്കോറിനുള്ളിൽ അന്ന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ആരാധകർ ഗംഭീറിനെതിരെ തിരിഞ്ഞത്. സ്വന്തം മണ്ണിൽ നടന്ന ടെസ്റ്റുകളിലെ ഏറ്റവും ചെറിയ സ്കോർ എന്ന മോശം റെക്കോർഡാണ് ഇന്ത്യക്ക് അന്ന് ചാർത്തി കിട്ടിയത്. 2024 ജൂലൈയിലാണ് ഗംഭീർ കോച്ച് റോളിലേക്ക് വരുന്നത്. ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പര ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു. 3 മത്സരങ്ങളുടെ
ഗംഭീറിന്റെ T20 പരമ്പര തൂത്തുവാരാൻ ഇന്ത്യക്ക് സാധിച്ചെങ്കിലും ഏകദിനത്തിൽ വലിയ ഷോക്കാണ് നേരിട്ടത്. 2-0 ഇന്ത്യയെ ലങ്കൻ ടീം അന്ന് അട്ടിമറിക്കുകയായിരുന്നു. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ലങ്കയ്ക്കെതിരെ ഒരു പരമ്പര ഇന്ത്യ കൈവിട്ടതെന്ന്. അതിനു മുമ്പ് 97-ലായിരുന്നു ഇത്തരമൊരു തിരിച്ചടി ഇന്ത്യക്ക് നേരിട്ടത്. മാത്രമല്ല T20 ലോകകപ്പിന് ശേഷം വിശ്രമത്തിലായിരുന്ന സീനിയർ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള വളരെ ശക്തമായ ഒരു ഇന്ത്യൻ ടീമായിരുന്നു അന്ന് ലങ്കയ്ക്കെതിരെ നാണം കേട്ടത്. കഴിഞ്ഞ കുറെ കാലമായി മോശം പ്രകടനം കാഴ്ചവെച്ചിരുന്ന ലങ്കയ്ക്ക് ആ വിജയം ഒരു ഉയർത്തെഴുന്നേൽപ്പായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യൻ ടീം മറക്കാൻ ആഗ്രഹിക്കുന്ന കിവികൾക്കെതിരായ പരമ്പര വരുന്നതും ഇന്ത്യ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് നിബന്ധിക്കുന്നതും. അപ്പോൾ ശരിയാണ്, ഗൗതം ഗംഭീറിന്റെ ട്രാക്ക് റെക്കോർഡുകളൊക്കെ നോക്കുമ്പോൾ അത് വളരെ ഇംപ്രസീവാണ്. 2027 ഏകദിന ലോകകപ്പ് വരെയാണ് ഗംഭീറിന് കാലാവധിയുള്ളത്. 2007-ൽ T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും 2011-ൽ ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും അംഗമായിരുന്ന ഗംഭീർ 2 ലോകകപ്പുകളിലും ഫൈനലിലെ ടോപ്പ് സ്കോററായിരുന്നു. ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഇംപ്രസീവ് ആയിരുന്നു. IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസ് ടീം മെന്ററായി 2 വർഷം പ്രവർത്തിച്ച അദ്ദേഹം 2 തവണയും ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ചിട്ടുണ്ട്. തൊട്ടു മുന്നിലത്തെ സീസണിൽ കൊൽക്കത്തയുടെ മെന്ററായി ആ ടീമിനെ IPL കിരീടത്തിലേക്ക് നയിച്ച ചരിത്രവുമുണ്ട് ഗൗതം ഗംഭീറിന്. അതിനൊപ്പം ക്യാപ്റ്റനായി കൊൽക്കത്തയെ IPL കിരീടം ചൂടിച്ച ചരിത്രം വേറെയുമുണ്ട്. പോരാത്തതിന് കളിച്ചിരുന്ന കാലത്തെ അഗ്രഷനും പേര് കേട്ട താരമാണ്. എതിർ ടീമിലെ ഷാഹിദ് അഫ്രീദിയോടാണെങ്കിലും കമ്രാൻ അക്മലിനോടാണെങ്കിലും ഇനി സ്വന്തം ടീമിലെ മഹേന്ദ്ര സിംഗ് ധോണിയോടാണെങ്കിലും അതുപോലെ വിരാട് കോഹ്ലിയോടാണെങ്കിലും ഒക്കെ കളത്തിനകത്തും പുറത്തുമുള്ള ഫൈറ്റുകളൊക്കെയും ഗംഭീറിന്റെ ഫൈറ്റുകളൊക്കെയും പല കാലഘട്ടങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. അങ്ങനെയുള്ള ഗൗതം ഗംഭീർ ഇന്ത്യൻ കോച്ചായി രംഗത്ത് എത്തുമ്പോൾ ഉള്ള പ്രതീക്ഷകളും ഏറെയായിരുന്നു. ആ പ്രതീക്ഷകളാണ് ഇങ്ങനെ മെൽബണിലും ബ്രിസ്ബെയിലും ഒക്കെയായി വീണടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗംഭീറിന് മുമ്പത്തെ ഇന്ത്യൻ കോച്ചുമാരായ അനിൽ കുംബ്ലെയെ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നീട് വന്ന രവി ശാസ്ത്രിയെ പരിശോധിക്കുമ്പോൾ, രാഹുൽ ദ്രാവിഡിനെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ ഉന്നതങ്ങളിൽ എത്തിച്ചാണ് അവരൊക്കെയും പടിയിറങ്ങിയത്. ഇവരുടെ കാലത്തൊന്നും ഇങ്ങനെ ഇന്ത്യൻ ടീം നാണം കെട്ടിട്ടില്ല. ഇവർക്കെല്ലാം കീഴിൽ തകർപ്പൻ പ്രകടനങ്ങളാണ് ഇന്ത്യൻ ടീം നടത്തിയത്. നിലവിൽ ടീമിലെ താരങ്ങളിൽ മിക്കവരും ഉൾപ്പെട്ട ടീം തന്നെയാണ് ഇന്ത്യക്കായി അന്ന് മികവ് കാട്ടിയത്. എന്നാൽ ഇതേ ടീമാണ് ഇപ്പോൾ നാണക്കേട് നേരിട്ടിരിക്കുന്നത്. ടീം സെലക്ഷൻ മുതൽ സഹപരിശീലകരെ തീരുമാനിക്കുന്നതിൽ വരെ ഗൗതം ഗംഭീറിന്റെ ഇടപെടലുകൾ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. ഗംഭീർ ആവശ്യപ്പെട്ടതെല്ലാം നൽകാൻ BCCI തയ്യാറായിരുന്നു. എന്നിട്ടും ടീമിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താനാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാവുന്ന ആ ഒരു അനുഭവ സമ്പത്ത് ഗംഭീറിന് ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിന്റെ ഇക്കഴിഞ്ഞ കാലത്തെ ഇന്ത്യൻ കോച്ചായി അവരോധിതനായതിനു ശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രകടനം ഇപ്പോൾ കാണുമ്പോൾ, നമുക്ക് ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കാണുമ്പോൾ വളരെ വീക്കാണ് അദ്ദേഹത്തിന്റെ കോച്ച് കാലാവധി. ഒത്തൊരുമയോടെ കളിക്കാനും അതുപോലെ ആക്രമണോത്സുകത കാട്ടാനും ടീമിന് ഇപ്പോൾ സാധിക്കുന്നില്ല. പഴയ ആവേശവും കെട്ടുറപ്പും ഗംഭീറിന് കീഴിൽ താരങ്ങൾ കാട്ടുന്നില്ല എന്നതും പ്രധാനമാണ്. മികച്ച താരനിര ഇന്ത്യക്കുണ്ടെങ്കിലും ഇവരെല്ലാം ആത്മവിശ്വാസം ഇല്ലാതെയാണ് കളിക്കുന്നത്. യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും സീനിയർ താരങ്ങളുടെ ഗംഭീരമായുള്ള ആ ഒരു കോമ്പിനേഷനും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിനോടകം തന്നെ ഗൗതം ഗംഭീറിനെ പുറത്താക്കണമെന്ന മുറവിളി ശക്തമാണ്. ഇത്രയേറെ വിമർശനങ്ങളും കണ്ണു തുറപ്പിക്കുന്ന തോൽവികളും കോച്ചിങ് കാലഘട്ടത്തിലെ ഈ ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ ഗംഭീറിന് നേരിടേണ്ടി വന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറിന് മുകളിൽ തന്നെ ഒരു ഡെമോക്ലസിൻ്റെ വാളായി നിൽക്കുമെന്നുറപ്പാണ്.